തലച്ചോറിലെ അമിത സംഘർഷം കുറയ്ക്കാന്നല്ലാതെ ഇതുകൊണ്ട് മറ്റു പ്രയോജനമൊന്നുമില്ല. മനസ്സ് സ്വയം ശാന്തമാകണം, എന്നാലേ എല്ലാം പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. മനസ്സിന് താങ്ങാനാകാത്ത കാര്യങ്ങൾ ഉള്ളിലടക്കി ഇത്രയും വർഷം ജീവിച്ചതിന്റെ ആഘാതമാണ് കമലയ്ക്ക് ഇപ്പോൾ സംഭവിച്ചത്. ഈ വിഭ്രാന്തി മാറില്ലേ ഡോക്ടർ? മാറും, പക്ഷെ കുറച്ച് സമയമെടുക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? ഇതൊരു താൽക്കാലിക വിഭ്രാന്തി മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെ ഒരിക്കലും നിങ്ങൾ ഭ്രാന്തെന്ന രീതിയിൽ കാണണ്ട. ട്രീറ്റ്മെന്റ് വേണ്ട ഒരു മാനസികാവസ്ഥ തന്നെയാണ്. കുറച്ച് ദിവസം നിരീക്ഷണത്തിൽ തന്നെ തുടരണം. മരുന്നിനേക്കാൾ വലിയ സമാധാനവും ശാന്തിയും കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഷോക്ക് കൊടുത്താൽ പെട്ടെന്ന് കുറയോ? അത് നമുക്ക് നോക്കാം. പക്ഷേ ഷോക്ക് കൊടുക്കുന്നതിന് റിസ്ക് ഉണ്ട്. ഒരുപക്ഷെ അസുഖം ഭേദമാകുന്നതിന് പകരം അമ്മയുടെ മനോനില എന്നേക്കുമായി കൈവിട്ടു പോയെന്നും വരാം. അയ്യോ അയ്യോ. അതേസമയം പെട്ടെന്ന് ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കൂടെയുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ എല്ലാം കൺസെന്റ് വേണം. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ആ വഴിയും നോക്കാം. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെങ്കിൽ കൺസെന്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും കൺസെന്റ് ഇന്ന് തന്നെ ഒപ്പിട്ട് കൊടുത്തേക്ക്. ആവശ്യമാണെങ്കിൽ നമുക്ക് ഷോ കൊടുത്ത് നോക്കാം. ഹലോ അനക്കെ? ആയിഷ ചേച്ചി ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലെ മോളെ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പറയത്തക്ക ഒരു കുറവും ഇല്ല ചേച്ചി. ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അർച്ചനയിടത്തി ഒന്ന് വന്നായിരുന്നെങ്കിൽ ആന്റിയുടെ അസുഖമൊക്കെ മാറിയെന്നെ. അതിന് അർച്ചന എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ. നേരത്തെ ആണെങ്കിൽ അർച്ചനയിടത്തി മരിച്ചുപോയെന്ന് പറഞ്ഞ് ബലിയിടാൻ നടന്ന ആളാ ആന്റി. പക്ഷെ ഇപ്പൊ എപ്പോഴും അർച്ചനയിടത്തി വന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. 10 മാസം ചുവന്ന് നൊന്ത് പ്രസവിച്ച അമ്മയല്ലേ? ആ അമ്മയ്ക്ക് മകളെ മറക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോഴൊക്കെ അർച്ചനയിടത്തിയെ മുന്നിൽ കണ്ടതുപോലെ സംസാരിക്കുന്ന. ഡോക്ടർ പറയുന്ന അർച്ചനയിടത്തി വന്നാൽ എല്ലാ അസുഖവും മാറുമെന്നാ. ഡോക്ടർ പറഞ്ഞത് ശരിയാ, ഞാനും അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അർച്ചനയിടത്തി വന്നില്ലെങ്കിൽ ആന്റിയുടെ രോഗം ഒരിക്കലും മാറില്ല ചേച്ചി. മോള് വിഷമിക്കണ്ട, ദൈവം നമ്മളെ കൈവിടില്ല. ആയിഷ ചേച്ചി ഇനി എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? വരാം മോളെ. ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ശരി ചേച്ചി.